പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ SHRC സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നില്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഈ രണ്ട് പോർഷനിൽ നിന്നും ഉറപ്പായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി വരുന്ന LDCക്ക് കഴിഞ്ഞ 5 ഘട്ട എക്സാമിനും മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കീഴെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കീഴെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ. 1993 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ മനുഷ്യ അവകാശ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുക എന്നതാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല. അപ്പോൾ 1993 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുക എന്നതാണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല. ഇനി 1993 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 21(1) അനുസരിച്ചാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ 1993 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 21(1) അനുസരിച്ചാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2-3 തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ള. അപ്പോൾ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിക്കും. അപ്പോൾ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക് ആണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? MM പരീത് പിള്ള. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ, അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഒരു സമിതിയാണ്. ആ സമിതിയിലെ അംഗങ്ങൾ ആരെല്ലാം? മുഖ്യമന്ത്രി, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, നിയമസമിതി ചെയർമാൻ, നിയമസമിതി പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സമിതി ചെയർമാൻ, നിയമസമിതി പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഒന്നുകൂടി പറയാം. മുഖ്യമന്ത്രി, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, നിയമസമിതി ചെയർമാൻ, നിയമസമിതി പ്രതിപക്ഷ നേതാവ്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചിരിക്കണം. സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് വരാവുന്നതാണ് കേട്ടോ. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-ന്. ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. അവയെ നീക്കം ചെയ്യുന്നത്
പ്രസിഡൻറ്റുമാണ്. പ്രസിഡൻറ്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണെങ്കിൽ നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർമാനും 2 അംഗങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ ആകെ 3 അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യന് വരാവുന്ന പോയിൻ്റാണ് കേട്ടോ അത്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർമാനും 2 അംഗങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ 3 അംഗങ്ങളാണ് ആകെയുള്ളത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിരുന്ന വ്യക്തി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ചിരുന്ന വ്യക്തിയായിരിക്കണം. വഹിച്ചിരുന്ന എന്ന് പറയുമ്പോൾ റിട്ടയർഡ്. അപ്പോൾ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. ഇനി ഇപ്പം നമ്മൾ 2 മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു. ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ NHRC, പിന്നെയോ സ്റ്റേറ്റ് മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ SHRC. അപ്പോൾ ഇത് രണ്ടും പഠിച്ചപ്പോഴും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. ഏതൊക്കെയാണെന്നുള്ളൊരു ആകെ കുഴഞ്ഞ പരുവമായിട്ടുണ്ടാവും. ആ കുഴഞ്ഞ പരുവത്തിൽ നിന്നൊന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതൊരു കമ്പാരിസൺ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയേ. ഫാക്സുകളുണ്ട് NHRCയുടെയും SHRCയുടെയും. അപ്പോൾ നിലവിൽ വന്ന വർഷം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1993 ഒക്ടോബർ 12-ന്. എന്നാലോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് 1998 ഡിസംബർ 11-ന്. അപ്പോൾ 11, 12 അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. 1993 ഒക്ടോബർ 12-ന് NHRCയും 1998 ഡിസംബർ 11-ന് SHRCയും രൂപം കൊണ്ടു. അതിൽ NHRCയിലെ അംഗങ്ങൾ ഒരു ചെയർമാൻ, 5 അംഗങ്ങൾ, അങ്ങനെ 6 അംഗങ്ങളാണ് NHRCയിലുള്ളത്. എന്നാലോ SHRCയിലെ ഒരു ചെയർമാൻ, 2 അംഗങ്ങൾ, അങ്ങനെ ആകെ 3 അംഗങ്ങളാണുള്ളത്. അപ്പോൾ NHRCയിലെ ആകെ അംഗങ്ങൾ 6-ഉം SHRCയിലെ ആകെ അംഗങ്ങൾ 3-ഉം. ഇനി NHRCയിലെ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. NHRCയിലെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. എന്നാൽ SHRCയിലോ ജസ്റ്റിസ് MM പരീത് പിള്ള. ഇനി NHRCയിലെ നിലവിലെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആൻ്റണി ഡൊമിനിക്കാണ്. ആൻ്റണി ഡൊമിനിക്കും. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്കുമാണ്. ഇവരുടെ യോഗ്യതകൾ എന്തെല്ലാം? NHRCയിലെ യോഗ്യത റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഇൻ സുപ്രീം കോർട്ടും അല്ലെങ്കിൽ ജസ്റ്റിസും ആയിരിക്കാം. അപ്പോൾ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജി, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരിക്കണം. എവിടുത്തെ? സുപ്രീം കോർട്ടിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജസ്റ്റിസോ ആയിരിക്കണം NHRCയിലെ ചെയർമാൻ്റെ യോഗ്യത. എന്നാലോ SHRCയിലെ
റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഇൻ ഹൈക്കോർട്ട് ഓർ ജസ്റ്റിസ്. അപ്പോൾ SHRCയിലെ ചെയർമാൻ്റെ യോഗ്യത ഹൈക്കോർട്ടിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരിക്കും. ഇനി കാലാവധി. ഇവരുടെ കാലാവധി രണ്ടുപേരുടെയും സെയിം ആണ്. 3 വർഷവും 70 അല്ലെങ്കിൽ 70 വയസ്സും. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതേസമയം സംസ്ഥാനത്തിൽ നിയമിക്കുന്നത് ഗവർണറെയുമാണ്. അപ്പോൾ നിയമനം ഇൻ NHRCയിൽ രാഷ്ട്രപതി, നിയമനം ഇൻ SHRCയിൽ ഗവർണർ. ഇനി നീക്കം ചെയ്യുന്നത്, അതിലെ അംഗങ്ങളെയും ചെയർമാനെയും നീക്കം ചെയ്യുന്നത് രണ്ടിലും രാഷ്ട്രപതി തന്നെയാണ്. ഇനി ഇവ രണ്ടിൻ്റെ ആസ്ഥാനം നോക്കാം. NHRCയുടെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവൻ. എന്നാലോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം PMG പാളയം, തിരുവനന്തപുരം. അപ്പോൾ ഇതെല്ലാം കമ്പയർ ചെയ്ത് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും വരാവുന്ന ക്വസ്റ്റ്യൻസാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെയും. അപ്പോൾ 2 ക്ലാസ്സും ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജോലിയാണ് നന്നായിട്ട് പഠിക്കുക എന്നത്. അപ്പോൾ നന്നായി പഠിച്ച് LDCയിൽ ഉയർന്ന റാങ്ക് വാങ്ങിക്കാൻ എല്ലാവരും ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. എങ്ങനെ മെച്ചപ്പെടുത്തണോ അതെല്ലാം കൂടുതൽ ഇനി വേറെ സബ്ജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പോർഷൻസിനെ കുറിച്ചോ ക്ലാസ് വേണോ, അങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, നോട്ടിഫിക്കേഷൻ അതനുസരിച്ച് ഞാൻ ഇടാനനുസരിച്ചിട്ട് വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.